ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകർ, ഒരു ശൈവ സംബന്ധിയായ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ വാരഫലം ആരംഭിക്കുകയാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 3 രാശിക്കാരെ പറ്റിയാണ്. മകരം, കുംഭം, മീനം രാശിക്കാരെ പറ്റി. ഈ വാരത്തിൽ, അതായത് 1199 മിഥുനം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള 2024 ജൂൺ 29 മുതൽ ജൂലൈ 5 വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മകരം രാശി. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിയാകുന്നു മകരം രാശി. മാനിന്റെ മുഖവും മുതലയുടെ ശരീരത്തോടു കൂടിയ ഒരു രൂപമാകുന്നു മകരം രാശിയുടെ രൂപം. ഒരു ഭാഗത്ത് അങ്ങേയറ്റം നിഷ്കളങ്കതയും മറുഭാഗത്ത് അതിനെയൊക്കെ പിടിച്ചു വരിക്കുന്ന ആ മുതലയുടെ കൗശലവും മകരം രാശിക്കാരിൽ കാണാം. തൻ്റെ ഭാര്യയെയും മക്കളെയും ലാളിക്കുന്ന രാശിയാകുന്നു മകരം രാശി. ഇന്ന് മകരം രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ ശനി, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, രാഹു, 4-ൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 9-ാം ഭാവത്തിൽ കേതുവുമാകുന്നു ഗ്രഹനില. സ്വതവേ മകരം രാശ്യധിപനായ ശനി ഇന്ന് ശക്തനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുന്നു, സാമ്പത്തികമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്നു 2-ൽ നിൽക്കുന്ന ശനി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മകരം രാശിക്കാർക്ക് ഇന്ന് 7 ശനിക്കാലമാണ്. എങ്കിലും ഇവിടെ ചാരവശാൽ വക്രഗതിയോടുകൂടി ജൂൺ 30-ാം തീയതി ശനി വക്രിയായി ബലവാനായി മകരം രാശിക്കാർക്ക് ധാരാളം ഗുണത്തെ പ്രദാനം ചെയ്യുന്ന വാരം സംജാതമാവുകയാണ്. ഇവിടെ 5-ൽ നിൽക്കുന്ന വ്യാഴം ബൗദ്ധിക തലത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു സഹായത്തെ പ്രാപ്തനാക്കുന്നു. വിലാസമതിർ ബുദ്ധികെ ദേവബുജ്ജെ ഭവേ ജൽപക കൽപകോ ലേഖകോവ. അതിനാൽ എഴുത്തുകാർക്കും കമാൻഡ് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്കും മിലിറ്ററിക്കാർക്കും ലോജിസ്റ്റിക്സിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും പട്ടാളം, ആർമി, നേവി ആയിട്ട് ബന്ധപ്പെടുന്ന ജോലിക്കാർക്കും മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും അവരുടെ തുടർ പഠനത്തിനും വളരെയധികം ആനുകൂല്യങ്ങൾ 5-ലെ വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ്. ഈ വിദ്യയിലൂടെ ഒരു സുസ്ഥിരമായ ജോലിയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ വാരത്തിൽ പ്രദാനം ചെയ്യുന്നു. ഈ ഗ്രഹങ്ങളുടെ ഒരു നല്ല ഒരു കോമ്പിനേഷൻ. 4-ാം ഭാവത്തിലെ ചൊവ്വ ഭൂമിപരമായ വിഷയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ആനുകൂല്യമുള്ള വാരമാകുന്നു. രാജാവിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, വസ്ത്രവും ദയയും ലഭിക്കുന്നു ഈ വാരത്തിൽ. ആ ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ രാശിക്കുണ്ട്. വിവാഹ തീരുമാനത്തിനും വളരെ അനുകൂലമായ വാരമാകുന്നു. വിവാഹപതിയായ ചന്ദ്രൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന വാരമാകുന്നു. അതിനാൽ വൈവാഹിക കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ ഈ ആഴ്ച നടക്കുന്നതാണ്. വിവാഹത്തിൽ സംബന്ധിക്കുവാനുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിവാഹത്തിന് വേണ്ടി ദൂരയാത്ര ചെയ്യുവാനുള്ള ഒരു സൗഭാഗ്യവും മകരം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. കർമാധിപനായ ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശത്രു അതിശക്തമായി തൻ്റെ കർമ്മമേഖലയിലും തൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന വാരമാകുന്നു ഈ ഒരു വാരം. ശുക്രന് മൗഢ്യവുമുണ്ട്. അതിനാൽ ഈ ശത്രുദോഷത്തിന് ഉചിതമായ പരിഹാരം മകരം രാശിക്കാർ ചെയ്യേണ്ടിയിരിക്കുന്നു. ശാരീരികമായി ഡയബറ്റിക്കുമായി ബന്ധപ്പെടുന്ന രോഗികൾക്ക് 2-ാം ഘട്ടം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടിലേക്ക് രോഗം പോകുന്ന ഒരു സമയം കൂടിയാണ്. ഓർമ്മപ്പിശക് കാരണം തൻ്റെ വിലപ്പെട്ട രേഖകൾ എവിടെയെങ്കിലും കളഞ്ഞിട്ട് അതിനുവേണ്ടി തൻ്റെ ബുദ്ധിയും സമയവും ക്ഷമയും നശിക്കുന്ന ഒരവസ്ഥയും ഈ വാരം സംജാതമാകുന്നുണ്ട്. ശ്രദ്ധിക്കുക തൻ്റെ എല്ലാ രേഖകളും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും ചന്ദ്രനും യാത്രയിൽ അന്യമതസ്ഥരായ വ്യക്തികളുടെ
സഹായ ഹസ്തങ്ങൾ തനിക്ക് ലഭിക്കുവാൻ പര്യാപ്തമാകുന്ന വാരവുമാകുന്നു. മൊത്തത്തിൽ ഈ വാരക്കാലം മകരം രാശിക്കാർക്ക് അനുകൂലമായ സമയമാകുന്നു. ശത്രുദോഷ പരിഹാരമായി വെള്ളിയാഴ്ചകളിൽ നാളികേരം കൊണ്ട് ശത്രുമുട്ട് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ദേഹമുട്ടും ചെയ്യാവുന്നതാണ്. അനുകൂലമായ ദിവസങ്ങൾ മകരം രാശിക്കാർക്ക് ഇവിടെ സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജൂലൈ 5-ാം തീയതി വരുന്ന കറുത്ത വാവ് ദിവസം, അമാവാസി ദിവസം പിതൃക്കളുടെ പ്രേതകർമ്മങ്ങൾ അല്ലെങ്കിൽ ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. മറ്റ് അനുകൂലമായ ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട് ജൂലൈ 3-ാം തീയതി ബുധവാരം രോഹിണി നക്ഷത്രം വളരെ അനുകൂലമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും, ഈവൻ മക്കളുടെ അഡ്മിഷനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളായാലും ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഇടപാടുകൾക്കും വളരെ അനുകൂലമായ ദിവസമാകുന്നു. ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ചയാകട്ടെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. കൃഷ്ണക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ അനുകൂലമാണ്. മറ്റ് അനുകൂല ദിവസങ്ങൾ മകരം രാശിക്കാർക്ക് ജൂൺ 29, 30 തീയതികളാണ്. അന്ന് കറുത്തപക്ഷത്തിലെ അഷ്ടമി, നവമി തിഥികളാകുന്നു. സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ഈ ദിനങ്ങൾ അനുയോജ്യമല്ല. ഏതായാലും കാര്യങ്ങളൊക്കെ ഈ വാരം മകരം രാശിക്കാർക്ക് അനുകൂലമാകുന്നതാണ്. അതിനുവേണ്ടി ഡോക്ടർ മാരാർജി നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നു കുംഭം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. കുംഭം രാശി എന്നാൽ അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക. ഇന്ന് കുംഭൻ രാശിക്കാർക്ക് പ്രായണ രാശിയിൽ നിൽക്കുന്ന ശനി ഒരു ശശമഹായോഗത്തെ പ്രദാനം ചെയ്ത് ബലവാനായി നിൽക്കുന്നു. 2-ൽ ചന്ദ്രൻ, രാഹു, 3-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, അഷ്ടമത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. ഇവിടെ 2-ൽ നിൽക്കുന്ന ചന്ദ്രൻ ഭാര്യ കാരണം, കുടുംബത്തിൽ ഫാമിലി ഇഷ്യൂസ് കാരണം വീട്ടിൽ പോകാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടുന്ന വാരമാണ്. അതുകൊണ്ട് ദാമ്പത്യത്തിൽ പ്രായേണ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഈ വാരം മുന്നോട്ട് നീങ്ങുക. അല്ലെങ്കിൽ അനാവശ്യമായ മാനസിക ക്ലേശങ്ങൾ കുടുംബജീവിതത്തിൽ സംജാതമാകുന്ന വാരമാകുന്നു. ശാരീരികമായി ശ്രദ്ധിക്കണം. അമ്മയുടെ ആരോഗ്യം. ബാധാധിപനായ ചന്ദ്രൻ രാഹുവോടുകൂടെ നിൽക്കുന്നു. അതിനാൽ മാതാവിൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക. 3-ലെ ചൊവ്വ കർമ്മസ്ഥാനത്ത് വളരെയധികം പ്രതാപവും ശൗര്യവും പ്രകടിപ്പിക്കാം, ഒരു മാറ്റവുമില്ല. 4-ലെ വ്യാഴം ആത്മീയമായ സുഖത്തിനായിക്കൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാം. ഈ വാരം പ്രത്യേകിച്ച് എയർഫോഴ്സുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ISRO സ്പേസുമായി ബന്ധപ്പെടുന്ന ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ജോലിക്കാർക്കും വളരെ അനുകൂലമായ വാരമാകുന്നു. സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി ഈ വാരത്ത് കാണപ്പെടുന്നുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭം, തുടക്കം, ഇതിനൊക്കെ കുംഭം രാശിക്കാർക്ക് ഈ ലഗ്നത്തിലെ അതിശക്തനായ ശനി എല്ലാ ശക്തിയും ഊർജവും നൽകുന്നതാണ്. 5-ാം ഭാവത്തിലെ സൂര്യൻ ഉദരസംബന്ധമായ രോഗം വളരെയധികം ശ്രദ്ധിക്കുക. 5-ലെ ബുധൻ ഇൻറ്റ്യൂഷൻ, 6th സെൻസ്, ഇതിലൂടെ ഊഹക്കച്ചവടത്തിലൂടെ കാശ് വാരാനുള്ള ഒരു സമയം ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന, ഊഹക്കച്ചവടവുമായി ബന്ധപ്പെടുന്ന, ലോട്ടറി വ്യാപാരവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് സമ്മാനിക്കുന്നതാണ്. 8-ലെ കേതു അന്യമതസ്ഥരായ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല. യാത്രയിലൊക്കെ പെട്ടെന്ന് പ്രകോപിതനായി ശത്രുക്കളെ ഉണ്ടാക്കി അത് സംഘട്ടനത്തിലേക്ക് വഴിവെക്കുന്ന സമയമാകയാൽ അസമയത്തുള്ള യാത്ര, പ്രത്യേകിച്ച് പകൽ യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പരമാവധി പരിഹരിക്കുക. ആത്മസംയമനം പാലിക്കേണ്ടുന്ന വാരമാകുന്നു ഇത്. വളരെ അനുകൂലമായ ദിവസമാകുന്നു കുംഭൻ രാശിക്കാർക്ക്. ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം, 5-ാം തീയതി കറുത്ത വാവാണ്, അമാവാസിയാണ്. ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. പിതൃക്കളുടെ കർമ്മം ചെയ്തത് വളരെ ഉത്തമമാണ്. കൃഷ്ണപക്ഷ ഏകാദശി ചൊവ്വാഴ്ച ജൂലൈ 2-ാം തീയതിയാണ്. കൃഷ്ണക്ഷേത്ര സന്ദർശനം വളരെയധികം ഗുണപരമാകുന്ന വാരമാകുന്നു. മറ്റ് അനുകൂലമായ ദിവസങ്ങൾ ജൂൺ 29, 30-ാം തീയതികളാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ശുഭകാര്യങ്ങൾക്കൊക്കെ
നിങ്ങൾക്ക് സമയം കണ്ടെത്താം. സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ഈ ദിനങ്ങൾ അനുകൂലമല്ല. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു വാരം ഡോക്ടർ മാരാർജി നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നു മീനം രാശിയെ പറ്റി. പുരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാകുന്ന 2.25 നക്ഷത്രക്കൂട്ടമാകുന്നു മീനം രാശി. ഇന്ന് മീനം രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട്. 2-ാം ഭാവത്തിൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി, 7-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഒരു ബന്ധന യോഗത്തിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചതിവിലൂടെ ഉണ്ടാകുന്ന പോലീസ് സ്റ്റേഷനുകളിലും കോടതിയിലും കയറി ഇറങ്ങേണ്ടി വരുന്ന സമയങ്ങളൊക്കെ ജൂൺ 30-ാം തീയതി മുതൽ നമുക്ക് അനുകൂലമായി വരുത്താവുന്ന വാരമാണ്. കാരണം 12-ലെ ശനി, 7-ര ശനി മീനം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ആ ശനി വക്രിയായി വരികയാണ്. വക്രനസ്തു മഹാവീര്യാഹ. വക്രിയായ ഗ്രഹങ്ങൾ നല്ല വീര്യത്തെ പ്രദാനം ചെയ്യുന്നു. അതൊരു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ക്ലേശങ്ങളും ധനനഷ്ടവും ബുദ്ധിമുട്ടുകളും വരുന്ന മീനം രാശിക്കാർക്ക് പ്രായണ ഈ ശനിയുടെ മാറ്റം വളരെ പോസിറ്റീവായി വരുന്നു ജൂൺ 30-ാം തീയതി മുതൽ. 2-ലെ ചൊവ്വ വാക്തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുക. ധനപരമായ ഇടപെടലുകളിൽ തൻ്റെ വരവ് എത്രയാണോ അതിന് കണക്കായി മാത്രം ചെലവാക്കാൻ പഠിക്കുക. തൻ്റെ കൈകൊണ്ട് ആർക്ക് കാശ് കൊടുത്താലും 2-ൽ നിൽക്കുന്ന ചൊവ്വ അതൊരിക്കലും തിരിച്ചു തരികയില്ല. 12-ലെ ശനിയും ധനപരമായ വിഷയത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്രസക്തമാക്കി മാറ്റുന്നു. 3-ലെ വ്യാഴവും പലപ്പോഴും അവസരങ്ങൾ തേടി വന്നാലും അവസാന സമയം അനുഭവിക്കാനാകാതെ പോകുന്നു. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ശുക്രനും ബുധനും ഗാർഹികമായും സുഹൃത്തുക്കളുടെ ഇടയിലും ജനങ്ങളുമായും അനാവശ്യമായ തർക്കങ്ങൾക്ക് വഴിവരുത്തുന്നതാണ്. ദേശം വിട്ടുപോകേണ്ടുന്ന ഒരു യോഗമുള്ള വാരമാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ആ യാത്രയിലൂടെ തനിക്ക് നന്മകളോ സാമ്പത്തികമായ ഔന്നത്യമോ ഉണ്ടെങ്കിൽ മാത്രം സഞ്ചരിക്കുക. അല്ലെങ്കിൽ ധ്യാന നിമഗ്നനായി ദേവതകൾക്ക് പരിഹാരങ്ങൾ ചെയ്ത് ഈ വാരം അങ്ങനെ തള്ളി നീക്കുക. വളരെയധികം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വാരമാണിത്. കാരണം മീനൻ രാശിയിലെ ചന്ദ്രൻ തന്നെ വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം. ക്ഷീണദേഹം, ദേഹത്തിന് ക്ഷീണമുണ്ടാകുന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ടുന്ന കൂടുതൽ സംഘർഷങ്ങൾ മക്കൾക്ക് വേണ്ടി അനുഭവിക്കേണ്ടുന്ന വാരമാകുന്നു ഇത്. ഏതായാലും ഈ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷത്തിന് പരിഹാരമായി ഓം ശം ശനീശ്വരായ നമഃ എന്ന ശനിയുടെ മൂലമന്ത്രവും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി എല്ലാ ശനിയാഴ്ചകളും ഭഗവാനെ സമർപ്പിക്കുക. 7-ലെ കേതുവിന് ദോഷപരിഹാരമായി നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുക. തൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രധാനമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് വഴിപാടായി കഴിപ്പിക്കുക. ഏറ്റവും അനുകൂലമായ ദിവസം മീനം രാശിക്കാർക്ക് ജൂലൈ 3 ബുധനാഴ്ച തന്നെയാണ്. അന്ന് രോഹിണി നക്ഷത്രം കറുത്തപക്ഷ ദ്വാദശി തിഥിയാണെങ്കിലും ഈ വാരത്തിൽ ആ ഒരു ശുഭദിനം മാത്രമേ മീനം രാശിക്കാർക്കുള്ളൂ. ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാകുന്നു. അതുകൊണ്ട് കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി ഭഗവാനെ സമർപ്പിക്കുക. ഈ വാരം മീനൻ രാശിക്കാർക്ക് മിശ്രഫലമാണ്. എങ്കിലും ജൂൺ 30-ന്റെ ശനിയുടെ വക്രഗതി വലിയൊരു പരിധിവരെ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണാൻ ഇവരെ സഹായിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഒരു ശുഭകരമായ വാരത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഡോക്ടർ മാരാർജി വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.